മുഖ്യമന്ത്രി തിരക്കിലാണ്. പരിഭവം തോന്നിയിട്ട് കാര്യമില്ല. നമുക്ക് വേണ്ടി തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ തിരക്കിലായിരിക്കുന്നത്. നേരത്തെ സെക്രട്ടേറിയറ്റിൽ മാധ്യമങ്ങൾക്കും സാധാരണക്കാർക്കുമൊക്കെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത് വലിയ തോതിൽ ചർച്ചയായിരുന്നു, വിവാദങ്ങളായിരുന്നു, വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു. പക്ഷേ അതിനും ഒരു കാരണം മുഖ്യമന്ത്രിക്ക് ചൂണ്ടിക്കാട്ടാനുണ്ടായിരുന്നു. ബജറ്റുമായി ബന്ധപ്പെട്ട ചില പേപ്പർ വർക്കുകളും കാര്യങ്ങളുമൊക്കെ നടക്കുന്നതുകൊണ്ട് അതിന് ഒരു സ്വകാര്യത വേണ്ടത് ഉള്ളതുകൊണ്ടാണ് അത്തരത്തിൽ സന്ദർശകർക്കും മാധ്യമങ്ങൾക്കും ഒക്കെ തന്നെ സെക്രട്ടേറിയറ്റിൽ കുറച്ചു കാലത്തേക്ക് താൽക്കാലികമായി വിലക്ക് ഏർപ്പെടുത്തിയത് എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. ഇപ്പോഴും മറുപടി ഒന്ന് തന്നെ. 19-ാം തീയതി UDF സർക്കാരിൻ്റെ ആദ്യ ബജറ്റാണ്. ഈ ബജറ്റുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് ധനമന്ത്രി കൂടിയായ മുഖ്യമന്ത്രിക്ക്. അതുകൊണ്ട് വെള്ളിയാഴ്ച വരെ സന്ദർശകരെ ഒഴിവാക്കിയിരിക്കുകയാണ് മുഖ്യമന്ത്രി VD സതീശൻ. ഇതൊരു താൽക്കാലിക സംവിധാനം മാത്രമാണെന്നും തീർച്ചയായിട്ടും അതിനുശേഷം ബജറ്റ് അവതരണത്തിന് ശേഷം മുഖ്യമന്ത്രിയെ കാണാൻ ആർക്കും ഏത് സമയത്തും വരാം, കൃത്യമായി അപ്പോയിന്റ്മെന്റുകളും സമയവും ക്രമീകരിച്ച് കാണാം, എന്ത് പരാതിയും ഉന്നയിക്കാം എന്ന കാര്യവും മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിക്കുന്നു. മുഖ്യമന്ത്രി തിരക്കിലാണ്. എന്നാലും വൈകാതെ തിരക്കൊക്കെ മാറി അദ്ദേഹം ജനങ്ങളുമായി കൂടുതൽ ഇടപഴകുന്ന ആ ഒരു രീതിയിലേക്ക് എത്തും എന്ന് തന്നെ കേരളത്തിലെ ജനങ്ങൾ പ്രതീക്ഷിക്കും. സംസ്ഥാന ബജറ്റ് തയ്യാറാക്കുന്ന തിരക്കുകൾ ആയതിനാൽ മുഖ്യമന്ത്രിക്ക് താൽക്കാലികമായി സന്ദർശന വിലക്ക് ഏർപ്പെടുത്തി. വെള്ളിയാഴ്ച വരെ മുഖ്യമന്ത്രിക്ക് സന്ദർശകരെ നേരിട്ട് കാണാൻ സാധിക്കില്ല എന്നാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഓഫീസ് അറിയിച്ചിരിക്കുന്നത്. പൊതുജനങ്ങൾക്കും മറ്റ് സന്ദർശകർക്കും താൽക്കാലികമായി ഉണ്ടാകുന്ന ഈ ബുദ്ധിമുട്ടിൽ ഖേദിക്കുന്നതായും എല്ലാവരുടെയും പൂർണ്ണ സഹകരണം പ്രതീക്ഷിക്കുന്നതായും ഓഫീസ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. നാടിന്റെ മികച്ചൊരു നാളേക്കായുള്ള വലിയ ദൗത്യത്തിലാണ് മുഖ്യമന്ത്രിയും സർക്കാരും ഉള്ളത്. ഈ സാഹചര്യത്തിൽ പൊതുജനങ്ങളുടെയും മറ്റുള്ളവരുടെയും ആത്മാർത്ഥമായ പിന്തുണയും സഹകരണവും ഉണ്ടാകണം എന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് അഭ്യർത്ഥിച്ചു. വെള്ളിയാഴ്ച ആണ് മുഖ്യമന്ത്രി VD സതീശന്റെ ആദ്യ ബജറ്റ്. അതിനുവേണ്ട തയ്യാറെടുപ്പുകളാണ് ഇപ്പോൾ നടക്കുന്നത്. മാത്രമല്ല, ബജറ്റിൽ സർക്കാർ ജീവനക്കാർക്ക്, സാധാരണക്കാർക്ക്, പാവപ്പെട്ടവർക്ക്, സ്ത്രീകൾക്ക്, കുട്ടികൾക്ക്, അതുപോലെ വിദ്യാഭ്യാസ രംഗത്ത്, ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഒക്കെ തന്നെ വലിയ ഒരു വിസ്മയമുണ്ട് എന്ന് മുഖ്യമന്ത്രി VD സതീശൻ നേരത്തെ പറഞ്ഞിരുന്നു. ആ വിസ്മയം തയ്യാറാക്കുന്നതിൻ്റെ, ആ വിസ്മയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തയ്യാറാക്കുന്നതിൻ്റെ തിരക്കിലാണ് മുഖ്യമന്ത്രി. അതുകൊണ്ട് തൽക്കാലത്തേക്കുള്ള ഈ വിലക്കിനെ ഒരു വാർത്തയാക്കാതെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ മുഖ്യമന്ത്രിയെ സന്ദർശിക്കുന്നതിന് വിലക്ക് എന്ന് പറഞ്ഞ് ചില മാധ്യമങ്ങളും അതുപോലെ ഓൺലൈൻ മാധ്യമങ്ങളുമൊക്കെ വാർത്ത നൽകുന്നുണ്ട്. അത് ശരിയായ ഒരു രീതിയല്ല. മുഖ്യമന്ത്രിക്ക് തിരക്കുള്ളതുകൊണ്ടും അദ്ദേഹത്തിന് സംസ്ഥാനത്തിന്റെ ബജറ്റുമായി ബന്ധപ്പെട്ട് ഉത്തരവാദിത്തപരമായ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുള്ളതുകൊണ്ടും ധനമന്ത്രി എന്ന നിലയ്ക്കുള്ള കാര്യങ്ങൾ പഠിച്ച് ബജറ്റിൽ പല കാര്യങ്ങളും അവതരിപ്പിക്കാനും അതുപോലെ ബജറ്റ് കേരള ജനതയ്ക്ക് ഉതകുന്ന തരത്തിൽ മാറ്റി അത് പുതിയ പദ്ധതികൾ ഒക്കെ തന്നെ പ്രഖ്യാപിക്കുകയും പുതിയ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുകയും ഒക്കെ ചെയ്യേണ്ടതിൻ്റെ തിരക്കിൽ ആയതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇപ്പോൾ താൽക്കാലികമായി ഒരു വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിക്കുന്നത്. പ്രിയപ്പെട്ട ജനങ്ങൾ ഇതുമായി സഹകരിക്കണം എന്ന അഭ്യർത്ഥന കൂടി മുഖ്യമന്ത്രിയുടെ ഓഫീസ് നടത്തുന്നുണ്ട്. ഇത് ഒരു താൽക്കാലിക വിലക്കാണ്. വെള്ളിയാഴ്ച വരെ മാത്രമേ വിലക്കുള്ളൂ. മാത്രമല്ല, സെക്രട്ടേറിയറ്റിലെ മാധ്യമങ്ങളുടെയും അതുപോലെ പൊതുജനങ്ങൾക്ക് പ്രവേശിക്കാനുള്ള വിലക്കിനെ സംബന്ധിച്ചുള്ള വിശദീകരണങ്ങൾ ഇതുവരെ വന്നിട്ടില്ല. ആ വിലക്ക് നീങ്ങിയിട്ടില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. പക്ഷേ ബജറ്റിന് ശേഷം ഈ വിലക്ക് പൂർണ്ണമായി മാറ്റി മാധ്യമങ്ങൾക്കും അതുപോലെ തന്നെ സാധാരണക്കാർക്കുമൊക്കെ സെക്രട്ടേറിയറ്റും അതുമായി ബന്ധപ്പെട്ട ഓഫീസുകളിലുമൊക്കെ തന്നെ പ്രവേശനത്തിന് സാധ്യമാകും എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ സമ്പൂർണ്ണമായ ഒരു ബജറ്റ്, ജനകീയമായ ഒരു ബജറ്റ് തയ്യാറാക്കാൻ മുഖ്യമന്ത്രിക്ക് VD സതീശന് എല്ലാവിധ ആശംസകളും നേരുന്നു. ജനങ്ങൾക്ക് ഉപകാരപ്രദമായ പദ്ധതികൾ, എല്ലാ മേഖലകളിലും പെട്ടവർക്ക് നല്ല രീതിയിലുള്ള കാര്യങ്ങൾ, സർക്കാർ സംവിധാനങ്ങളുടെ കാര്യങ്ങൾ, സാമ്പത്തിക ഭദ്രത അത്ര ഉറപ്പുള്ള ഒരു സംസ്ഥാനമല്ല കേരളം, എന്നാലും ഉള്ളതുകൊണ്ട് മാന്യമായി എല്ലാവർക്കും നല്ല രീതിയിലുള്ള കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കാൻ നല്ല പ്രോജക്റ്റുകൾ, നല്ല പദ്ധതികൾ, നല്ല രീതിയിലുള്ള നടപടികൾ ഈ ബജറ്റുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും എന്ന് തന്നെയാണ് കേരള ജനത പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഈ താൽക്കാലികമായ വിലക്ക് ഒരു താൽക്കാലികം മാത്രമാണ്. അതിനുശേഷം അദ്ദേഹവുമായി തീർച്ചയായിട്ടും ജനങ്ങൾക്ക് സംവദിക്കാം, ജനങ്ങൾക്ക് അദ്ദേഹത്തെ കാണാം. സന്ദർശന സമയം കൃത്യമായി കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹത്തെ കാണുകയും കാര്യങ്ങൾ അവതരിപ്പിക്കുകയും പരാതികൾ പറയുകയും ഒക്കെ ചെയ്യാം എന്നുള്ള കാര്യം കൂടി ഈ ഒരു അവസരത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ജനങ്ങളെ അറിയിക്കുന്നുണ്ട്.